പോലീസിൽ പരാതി നൽകിയതിന് പ്രതികാരം തീർക്കാൻ വധുവിന്റെ വീടിന് തീയിട്ട് നവവരൻ. മലപ്പുറം എടപ്പാളിന് സമീപം പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീട്ടിലാണ് അതിക്രമം ഉണ്ടായത്. നിർത്തിയിട്ട 3 ബൈക്കുകൾ പൂർണ്ണമായും അഗ്നിക്കിരയായി. വീടിന്റെ ചുമരുകളും ജനലും കത്തിയ നിലയിലാണ്. പൊന്നാനിയിൽ നിന്നുമെത്തിയ പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഹരിതയുടെ ഭർത്താവ് ബിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. 9 മാസം മുൻപാണ് വടക്കേക്കാട് സ്വദേശിയായ ബിനീഷ് കാലടി സ്വദേശിയായ ഹരിതയും തമ്മിൽ വിവാഹിതരാകുന്നത്. ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ 1 മാസം തികയും മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് ഹരിത തിരിച്ചു പോന്നു. തുടർന്ന് ഗാർഹിക പീഡന പരാതിയിൽ ബിനീഷിനെതിരെ പോലീസ് കേസെടുത്തു. വിദേശത്തായിരുന്ന ബിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിൽ അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് പുലർച്ചെ 1 മണിയോടെ ഹരിതയുടെ വീടിന് തീയിട്ടത്. ബിനീഷാണ് വീടിന് തീയിട്ടതെന്ന് ഹരിതയുടെ ബന്ധു പറഞ്ഞു. ഇന്നലെ പെങ്ങളെ മോളെ കല്യാണം കഴിച്ച് പയ്യൻ വന്നിട്ട് ചെയ്തതാണ്, ഭർത്താവ് വന്നിട്ട് ചെയ്തതാണ്. രാത്രി 12-12:30 ഇടയിലായിട്ടുള്ള സംഭവം. പെട്രോൾ ആയിട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ്. 3 വണ്ടിയാണ് കത്തിച്ചിട്ടുള്ളത്. 3 വണ്ടി കത്തിച്ചിട്ടുള്ളത്. അവൻ മിനിയാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ 12 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിനിയാന്ന് 12 മണിക്ക് വന്നു കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയുള്ളത്. ഭീഷണിപ്പെടുത്തിയെന്ന് പോവല്ല, ഭീഷണിപ്പെടുത്തിയിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മാമനോട് ഇട്ട് വെട്ടിക്കൊല്ലും, വടിവാളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പുറത്ത് വാളൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ ആയപ്പോൾ അവൻ പോവുകയും ചെയ്തു. അങ്ങനെ പോയി. അതെ, എന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ അന്ന് രാത്രി സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത്, ആ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞ്, രാവിലെ എല്ലാം 3 മണിയാകുമ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ 3 മണിക്ക് ചെന്നിട്ട് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പോന്ന്. ആ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ കാട്ടിക്കുട്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 12-12:30 വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടിക്കൊക്കെ തീയിട്ടിട്ട് പോയത്, വീട് കത്തിയിരിക്കുന്നു. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലബാർ ടൈംസ്, എടപ്പാൾ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.